നമ്മുടെ കർത്താവിൻ്റെ കുരിശ് മരണ രംഗത്തേക്ക് നാം ഒന്ന് അടുത്ത് വന്ന് അവിടേക്കൊന്ന് നോക്കുക. അനേക ആളുകൾ, വഴിപോക്കർ ഇത് കണ്ട് സഹതപിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻ്റ് പറഞ്ഞവരുമുണ്ട്. യേശുവിനോടുകൂടെ ഗലീലയിൽ നിന്ന് വന്ന ഒരു പറ്റം സ്ത്രീകളുണ്ട്. യേശുവിനെ അനുഗമിച്ച് വന്നതുകൊണ്ട് അവർ കർത്താവിൻ്റെ ശിഷ്യകളാണ്. അവരിൽ ഭൂരിഭാഗവും ദയനീയമായി ഈ അവസ്ഥ കണ്ട് മാറത്തടിച്ച് തിരിച്ച് ഭവനത്തിലേക്ക് പോയി. ഏതാനും സ്ത്രീകൾ, കർത്താവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ ആ കുരിശിൻ്റെ അടുക്കലുണ്ട്. കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനും അവിടെയുണ്ട്. കർത്താവിൻ്റെ കുരിശ് മരണത്തിലൂടെ കുരിശിൻ്റെ ചുവട്ടിൽ വച്ച് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ സമൂഹം ഉടലെടുക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം കുരിശ് മരണമാണ്. അതിനെ നയിക്കുന്ന മാർഗദീപം, മാർഗരേഖ യേശുവിൻ്റെ വചനമാണ്. ആ സമൂഹത്തെ നയിക്കുന്ന പ്രവർത്തന രീതി സ്നേഹവുമാണ്. യോഹന്നാൻ്റെ അമ്മയല്ല മറിയ, മറിയയുടെ മകനുമല്ല യോഹന്നാൻ. ഇതാ നിന്റെ മകനെന്നും ഇതാ നിന്റെ അമ്മയെന്നും പറയുന്ന ഒരു പുതിയ ബന്ധം. മറ്റുള്ളവരൊക്കെ പ്രസംഗിക്കുന്നത് പോലെ ഒരു മകൻ ഇങ്ങനെ ദാരുണമായി മരിച്ചു, അവൻ്റെ കാര്യം പറയുന്നത് കേൾക്കാൻ പോലും ഞാൻ മെനക്കെടുന്നില്ല. മറ്റു മക്കളുടെ വീടുകളിൽ ഓരോ മാസമോ അവരുടെ മുഖം കറക്കുന്നതുവരെ ജീവിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെയല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. അത് ഈ സന്ദർഭത്തിലൊരു വിഷയമല്ലായകയാലും സവിസ്തരം മറ്റ് സന്ദർഭങ്ങളിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ടും അതിൻ്റെ സന്ദർഭങ്ങളിൽ വിശദമായി പ്രതിപാദിക്കും എന്നുള്ള വിശ്വാസം ദൈവത്തിൽ ഉള്ളതുകൊണ്ടും നമ്മൾ പരാമർശിച്ച വിഷയത്തിലേക്ക് വരാം. ആദിമ സഭ, അതിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ കുരിശ് മരണമാണ്. അതായത് കുരിശുമൂടുകൾ സ്ഥാപിക്കുന്നതിന് മുമ്പും കുരിശിന് ആടയാഭരണങ്ങൾ നെയ്ത് അതൊരു പൂജാവസ്തുവായി മാറ്റുന്നതിന് മുമ്പും രക്തം വാർന്ന് വീണ് ഗദ്ഗതമായി ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന ഐ വിറ്റ്നസസ് ഓഫ് ദ ക്രൂസിഫിക്ഷൻ ആൻഡ് ദ ലിസണേഴ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഫ്രം ദ മൗത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് അന്നത്തെ സഭയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ മാത്രമല്ല, പള്ളി വരാൻ താല്പര്യമുള്ള സർവ്വജാതി മതസ്ഥരായ ആളുകൾ ജനക്കൂട്ടത്തോടും പറയുകയാണ്, എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പള്ളി വന്നുകൊണ്ടല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവരെ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. ക്രിസ്തീയ സഭയുടെ ആദിമഘട്ടത്തിലൊക്കെ കർത്താവിൻ്റെ കുരിശുമെടുത്ത് ഇങ്ങനെ പോയി എന്നതൊഴിച്ചാൽ ഈ കുരിശുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ നൽകുന്ന സുരക്ഷിതത്വത്തിൽ സുഖലോലുതയിൽ സുഖിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവിൻ്റെ ക്രൂശമരണമായോ കുരിശുമായോ യാതൊരു ബന്ധവുമില്ല. അതാണ് ഇന്ന് ക്രിസ്തീയ സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നല്ല ചുറുചുറുക്കുള്ള ഒരു യുവാവ്, സുന്ദര കോവള രൂപൻ, പ്രത്യേകിച്ച് ടെസ്റ്റും ഇൻ്റർവ്യൂ ഒന്നും പാസ്സായില്ല, പിതാവ് മരിച്ചു എന്നുള്ളത് കൊണ്ട്
ആ വഴിക്കൂടെ ലഭിച്ച ജോലി ഏറ്റവും ശക്തവും സുദൃഢവുമായ ഭരണ സംവിധാനമുള്ള റോമാ സാമ്രാജ്യത്തിലെ ഒരു പടയാളി, ദൈവപുത്രൻ പോലും മനുഷ്യപുത്രനായി അവതരിച്ചത് റോമാക്കാര് ആ പലസ്തീൻ നാടുകൾ, വിശുദ്ധ നാടുകൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ, അതിനു മുമ്പോ അതിനുശേഷമോ അല്ല കാലസമ്പൂർണ്ണത ദൈവത്തിന് പോലും അവരുടെ ഭരണ കാലഘട്ടത്തിൽ അത്രമാത്രം സുരക്ഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ നല്ലൊരു റോമാ പടയാളി. അതെല്ലാം ഉപേക്ഷിച്ച് വേറെ എന്തിനെയോ പുൽകുകയും അതിനെ സ്നേഹിക്കുകയും നെഞ്ചിലേറ്റി ലാളിക്കുകയും ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും? കർത്താവിൻ്റെ കുരിശും കർത്താവിൻ്റെ വചനവും. ക്രിസ്തീയ സഭകൾക്ക് ഏതെങ്കിലും ഒന്നിൽ ഈ രണ്ട് കാര്യത്തിന് പ്രസക്തി ഇന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ നൽകുന്ന സുരക്ഷിതത്വത്തിൽ ആരോടും ഒരു ചെറിയ ഉപദേശമെങ്കിലും പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കാതെ അതിൽ നിന്ന് ലഭിക്കുന്ന സുരക്ഷിതത്തിൽ സന്തോഷമായി ജീവിച്ചു പോകുന്ന കാലഘട്ടമാണ്. ദൈവം തൻ്റെ സഭയിൽ ആദ്യമേ അപ്പോസ്തോലന്മാരെയും, രണ്ടാമത് പ്രവാചകന്മാരെയും, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചു. പിന്നീട് കൃപാനൽവരങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം. അപ്പോസ്തോലൻ എവിടെ? ദൈവം നിയമിച്ച അപ്പോസ്തോലൻ സഭയിൽ എവിടെ? ദൈവം നിയമിച്ച പ്രവാചകന്റെ ശബ്ദം എവിടെ? ഉപദേഷ്ടാക്കള് ആര്? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, എന്തെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങൾ, പ്രീണനത്തിന്റെ സന്ദേശം കൊട്ടാരത്തിൽ നിന്ന്. കൊട്ടാരവുമായി ഇതിന് ഡയറക്റ്റ് ബന്ധമില്ല. കാരണം രാജാവിനേക്കാൾ ഭക്തി നടിക്കുന്ന നാട്ടുരാജാക്കന്മാരും ജന്മികളുടെ ഒരു കൂട്ടമാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പീഡിപ്പിച്ചത്. അല്ലാതെ റോമാ ചക്രവർത്തി അല്ല. അദ്ദേഹത്തിൻ്റെ കാലത്താണെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഭരണാധികാരികളുടെ താഴെയുള്ള വൃന്ദം അവരെ പ്രീണിപ്പിക്കാനും ആ ഇടയ്ക്ക് നിൽക്കുന്ന മധ്യവർത്തികൾക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും എത്രയോ ആളുകളെ ബലി കഴിക്കും. കർത്താവിൻ്റെ മരണം പോലും അങ്ങനെയല്ലേ? അന്നും ഇന്നും സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഭാഗമായ എല്ലായിടത്തും ഇതുണ്ട്. അതൊക്കെ കേട്ടിട്ടും നോ 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 നോ. ആർക്കുണ്ട്? ആരോട് പറഞ്ഞാൽ? പ്രായോഗികമായി വരുമ്പോൾ ഇരിക്കുന്ന അമ്മച്ചിമാരുടെ രൂപത്തിലുള്ളവർ ഇന്ന് ഈ ഭാഗത്തൊക്കെ ഉള്ളൂ, തീരെ കുറവാണ്. കൊച്ചുമക്കളോട് നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് പള്ളി പോകാൻ പറഞ്ഞാൽ അമ്മച്ചി പറഞ്ഞു പള്ളിയിലേക്കാണ് പോകേണ്ടത്, അതുകൊണ്ട് അനുസരിച്ച് വരുന്ന ആരെങ്കിലും ഇന്ന് സഭയിലുണ്ടോ? ഇല്ല. ആ അമ്മച്ചി ഒഴികെ വേറെ ആരെങ്കിലും അതിനെ നിർബന്ധിക്കുന്നുണ്ടോ സഭയിൽ? ഒറ്റ മനുഷ്യനില്ല. അവർ വിമർശിച്ചാൽ അവരുടെ ഭാവി പോക്കാം. അങ്ങനെ ഭീഷണിയിലാണ് ഇന്നിത് നടന്നു പോകുന്നത്. അന്ന് പ്രലോഭനവും പ്രീണനവും ഭീഷണിയും വന്നിട്ട് അതിനെ കണക്ക് കൂട്ടാതെ ക്രിസ്തുവിന് വേണ്ടി മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന, അദ്ദേഹത്തെ ആകർഷിക്കുന്ന, അദ്ദേഹത്തെ അവിടേക്ക് മാടി വിളിക്കുന്ന രണ്ട് പ്രതിരൂപങ്ങളാണ്. ഒന്ന് ഇങ്ങനെ രക്തമറ്റ് ഈ ശരീരത്തിൻ്റെ ചെറിയ ഭാഗങ്ങളും താഴേക്ക് ഈ ഊർന്നു വീണുകൊണ്ടിരിക്കുന്ന മരിക്കുന്ന ക്രിസ്തു. ആ മരിക്കുന്ന ക്രിസ്തുവിൻ്റെ വാവിൽ നിന്ന് വന്ന അവൻ്റെ വചനങ്ങൾ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ ആദരിക്കും. ഒരൊറ്റ മനുഷ്യൻ്റെ കൽപ്പനയും ഒരു മനുഷ്യനും ഇന്ന് പാലിക്കുന്നില്ല. അതെത്ര പഞ്ചാരയിൽ കലക്കി നമ്മൾ എഴുതിയാലും അത് അന്നേരം തന്നെ വിമർശനത്തിന് വിധേയമാവുക. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലുള്ള ഇമ്പങ്ങളും മോഹങ്ങളും മോദങ്ങളും ഉപഭോഗങ്ങളും അത് നൽകുന്നതായ ശീത ചായയൊക്കെ ഉപേക്ഷിച്ച് കുരിശിനെ എടുക്കുവാൻ തന്നെത്താൻ ത്യജിച്ച്
പിന്നാലെ പോകാനുള്ള ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പാകെ ഒരുക്കുവാനാണ് ഗീവർഗീസ് സഹദായെ ദൈവം ലോകത്തിൽ സൃഷ്ടിച്ചത്. ഇങ്ങനെയും ആകാം. ഇത്രയൊക്കെ കഷ്ടനഷ്ടങ്ങളും പീഡനങ്ങളും ശാരീരിക വ്യതകളും അനുഭവിച്ചാലും ക്രിസ്തുവിൻ്റെ പിൻഗാമിയാകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന സന്ദേശം ചരിത്രത്തിൽ അങ്ങനെ പച്ചപിടിച്ച് നിൽക്കുവാൻ വേണ്ടി അത് സ്വയം ഏറ്റെടുത്ത ഒരു വന്യപിതാവാണ്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുന്നു. ചരിത്രാതീത കാലം മുതൽ സർവ്വലോകവും നേടാൻ വേണ്ടി മനുഷ്യൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള പ്രവണതകൾ, പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന്, പ്രത്യേകിച്ച് കൂടുതൽ സ്ഥാനത്തോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യുന്ന തന്ത്രകുതന്ത്രങ്ങൾ, മൗനമായും അല്ലേ ആളുകളെ വെച്ച് ചെയ്യുന്നതുമൊക്കെയായ പ്രവർത്തനങ്ങൾ, എങ്ങനെയും അവിടെ എത്തണം എന്നുള്ളതാണ്. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ രാജാക്കന്മാർ മുതലല്ലേ, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ചെറിയ ചെറിയ ഈ ഇടുവഴികളിൽ കൂടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കർത്താവ് ചോദിക്കുന്ന വേറൊരു ചെറിയൊരു പകുതി ചോദ്യം കൂടെ ഉണ്ട്. മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരം എന്തു കൊടുക്കും? നമ്മുടെ സഭയിലെ വിശ്വാസികളിൽ ഈ ആത്മാവിന് പ്രാധാന്യം നൽകണമെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും ന്യായവിധി ഉണ്ടെന്നും നിത്യജീവൻ പ്രാപിക്കണമെന്നും പഠിപ്പിക്കുന്നതായി ഇതുവരെ ആരെയും കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടെത്തുവാണെങ്കിൽ എന്നെ അറിയിക്കണം. അഥവാ കണ്ടെത്തിയാൽ കാപ്പി കുടിക്കുമ്പോൾ പേര് പറഞ്ഞാൽ മതി, ഇന്നയാളാണത് ചെയ്യുന്നതെന്ന്. എന്തൊക്കെയാ? മരണം, ന്യായവിധി. വിശ്വാസികളെ ഞങ്ങളോട് ചോദിച്ചാൽ അവർ പറയും അതൊക്കെ ഇങ്ങനെ പറയുന്നല്ലാതെ നമ്മളങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് മുമ്പേ ഇങ്ങനെ പീഡനം അനുഭവിച്ച് മരിച്ചവരപ്പോൾ ആരാ? നമ്മുടെ ഒരു ആരാധനയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ജനനപ്പെരുന്നാളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, പുനരുദ്ധാനം കളവെങ്കിൽ. പുനരുദ്ധാനം ഇല്ലെങ്കിലേ. അതുകൊണ്ടാണ് പൗലോസ്ലീഹാ വിശ്വാസം വളരെയധികം പ്രഥമസങ്കീർണമായ ആ കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അനേക വിഷയങ്ങളാണ്. കേസും വഴക്കും അസന്മാർഗീയതയും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളിടത്ത് എഴുതുമ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് 15-ാം അധ്യായത്തിൽ പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമല്ലെങ്കിൽ ഞങ്ങൾ കളവ് പ്രസംഗിക്കുന്നവർ, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാവും. അപ്പോൾ പുനരുദ്ധാനം ഒരടിസ്ഥാനമാണ്. പ്രിയമുള്ളവരെ, ആകയാൽ നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിത്യജീവനെക്കുറിച്ച് എരിവുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കണം. ഒരു വർഷത്തിന് മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു ചെറിയ കഥ അതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാകാൻ സാധ്യതയുണ്ട്. വലിയ ഒരു കാട്, നമ്മുടെ ഈ പറങ്കാങ്കാടല്ല, വലിയ കാട്. ഈ റമ്പാച്ചനുമൊക്കെ വരുന്ന ആ സ്ഥലത്തൊക്കെയുള്ള സീതത്തോട് പോലെയുള്ള സ്ഥലത്തെ വിശാലമായ കാട്. ആ കാട്ടിലോട്ട് പോകുന്ന വഴിക്കരികെ ഒരു വൃദ്ധൻ, അപ്പച്ചനെന്നൊന്നും കയറി പറയണ്ട, വൃദ്ധനെന്നൊന്നും ഇന്ന് ഭാഷയിൽ സംസാരത്തിലോ എഴുത്തിലോ വൃദ്ധനെന്ന് ഉപയോഗിക്കുന്നില്ല. എങ്കിലും ആക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടും കൂടെയാണ് അത്. വൃദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിവൃദ്ധി പ്രാപിച്ചവനെന്നാണ്. ആ അഭിവൃദ്ധിക്ക് പണം എന്നർത്ഥമില്ല, അനുഭവ സമ്പത്ത് എന്നാണ് അർത്ഥം. താടി മീടിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരാൾ ഇരിക്കുന്നു. അപ്പോൾ കാട്ടിൽ കയറി വിറവ് വെട്ടി ഉപജീവനം നടത്തുന്ന ഒരു മനുഷ്യൻ അതുവഴി വന്നു. ഈ മനുഷ്യൻ അദ്ദേഹത്തെ കാണുന്നുണ്ട് പല ദിവസം. ഒരു ദിവസം വിറവും വെട്ടിയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതം, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാവിലെ ഇറങ്ങും, മുള്ളും അതും ഇതുമൊക്കെ ദേഹത്തൊക്കെ കൊണ്ട് കയറി ഈ വിറവ് വെട്ടി അങ്ങ് കൊണ്ടുവന്ന് വിറ്റാൽ എന്തെങ്കിലും 4 അണ കിട്ടും, അതുകൊണ്ട് ഇങ്ങനെ തട്ടിമൂട്ടിയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഈ വിറകിൻ്റെ ഈ കാടിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ് താങ്കൾ കിടക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ ചന്ദനമരമൊക്കെ ഉണ്ട്, അത് വെട്ടിയാൽ കുറച്ചുകൂടെ സാമ്പത്തിക മെച്ചമുണ്ടാകും. അങ്ങനെ ഉള്ളിലേക്ക് കടന്നു. അദ്ദേഹം
ചന്ദനമരങ്ങൾ കെട്ടി കുറച്ച് നാൾ വിറ്റു. ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പം വീട്? ഓ, ആ വിറവ് വെട്ടിയപ്പോൾ ഒരു കൂടിലായിരുന്നു, ചന്ദനമരമൊക്കെ വെട്ടിയപ്പോൾ ഒരു ചെറിയതായിട്ട് കട്ടയൊക്കെ കെട്ടി ഒരു അത്യാവശ്യം നല്ലൊരു വീട് പണിയാൻ തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും പറയാനില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യും, കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയാൽ രക്തചന്ദനങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം രക്തചന്ദനങ്ങൾ വെട്ടാൻ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി. കുറച്ചുകൂടെ സാമ്പത്തിക മെച്ചം വന്നു. ഇപ്പോൾ എങ്ങനെ ഉണ്ട്? ഞങ്ങൾ കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ട് പെയിൻറ്റും ഒക്കെ അടിച്ച് ഇൻ്റർനെറ്റും ഒക്കെ എടുത്ത്, കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യാമെന്നുള്ള പ്രധാനമാണല്ലോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യമായിട്ടൊക്കെ ജീവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു കമൻറ്റ് ഇടുമ്പോൾ ഇച്ചിരി സന്തോഷം എനിക്കുണ്ട്. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. എന്നാലും പോരാ. ഒരു കാര്യം ചെയ്യും, കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകും. നല്ല പവിഴപ്പുറ്റ്, നല്ല രത്നങ്ങൾ, ഇതൊക്കെ കിട്ടും. അദ്ദേഹം അത് തേടി കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി. അത് കൊണ്ടുവന്ന് കുറച്ച് നാളങ്ങനെ ജീവിച്ച് ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട് അബി കൈസഹേ? ഇപ്പം എങ്ങനെയുണ്ട്? പോരാ. ഭാര്യ പറയുന്നത്, നമ്മുടെ ആ കഴുതയൊക്കെ വിറ്റിട്ട് ഏറ്റവും പുതിയ ഒരു കാറെടുക്കണമെന്നാണ്. അപ്പോഴും സന്തുഷ്ടനല്ല ഇത്രയെല്ലാം കിട്ടിയിട്ടും. എന്നാൽ ഒരു കാര്യം ചെയ്യും, അതിന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയാൽ നല്ല പൊന്നു വിലയുള്ള നല്ല തങ്കം, തനി സ്വർണം കിട്ടും. അയ്യോ കുഞ്ഞുങ്ങളെ, വന്നവരെ സൂക്ഷിച്ചോണേ. നിങ്ങൾക്ക് വിലയില്ലെങ്കിലും സ്വർണത്തിന് വില. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഇടിച്ചിട്ടിട്ട് കുണുക്ക് പറിച്ചുകൊണ്ട് പോകുന്നതല്ലേ. അങ്ങനെ അദ്ദേഹം സ്വർണം വാരി കുറച്ച് നാളൊക്കെ ജീവിച്ചൊക്കെ പോയി. ഒരു ദിവസം വരുമ്പോൾ ഈ മനുഷ്യൻ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ സാമ്പത്തികമായി ഉന്നതി നേടിയ നമ്മുടെ മരംവെട്ടുകാരൻ ഇദ്ദേഹത്തോട് ഇങ്ങോട്ട് ചോദിച്ചു, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അല്ല, ഈ മാർഗമെല്ലാം അങ്ങേക്ക് അറിയാമെങ്കിലും ഈ ഉണങ്ങിപ്പറ്റിയ താടിയും ഈ ചെറിയ ലഘു വസ്ത്രവുമായി ഒരു ഫക്കീറായി അങ്ങെന്താ ഈ വഴിയരികെ ജീവിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഇത് നേടിയാലുള്ള മെച്ചവും ഇത് നേടാതിരുന്നാലുള്ള സന്തോഷവും സമാധാനവും എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങൾ കാണിച്ച മണ്ടത്തരം ഞാൻ കാണിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എന്തിനൊക്കെയോ വേണ്ടി ആളുകൾ ഓടുകയാണ്, എന്തിനൊക്കെയോ വേണ്ടി വലിയ ആഘോഷങ്ങളാണ്. അടിസ്ഥാനപരമായത് വിട്ടുകളഞ്ഞ് ദുരാചാരങ്ങളും അനാചാരങ്ങളും കയറി ക്രിസ്തുവിൻ്റെ വചനത്തെ മാട്ടിക്കൂട്ടിക്കളഞ്ഞ് ക്രിസ്തുവിൻ്റെ ആ കുരിശിൽ നിന്ന് ഇറ്റിറ്റ് വീണ രക്തവും അടർന്ന് അല്പമെങ്കിലും അടർന്നു വീണ ആ മാംസവും തലേ ദിവസം തന്നെ അത് എൻ്റെ ശരീരവും രക്തവും പാപരിഹാരാർത്ഥം നിങ്ങൾക്ക് നൽകുന്നുവെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളെ, അമരവാണികളെ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കാതും അർഹമായതിന് അർഹമായ സ്ഥാനം നൽകാതും നാം എന്തിനൊക്കെയോ വേണ്ടി പരിശ്രമിച്ചാൽ നിത്യജീവനിൽ നിന്ന് നാം അകന്നു പോകുമെന്നുള്ള പാഠം ഗീവർഗീസ് സഹദ അവാച്യമായി നമ്മളോട് സന്ദേഹിപ്പിക്കുന്നു. അത് ഏറ്റെടുക്കുവാൻ ആ ജീവിത മാതൃകയിലൂടെ ക്രിസ്തുവിൻ്റെ കുരിശിനെ അനുഗമിക്കുന്നവരായി അതിനെ തോളിലേറ്റുന്നവരായി തീരുവാൻ ആ പരിശുദ്ധ മധ്യസ്ഥതയും നമുക്ക് കാവലായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.